നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറുകയാണെന്ന് ജസ്റ്റിസ് വിക്രംനാഥ്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആലപ്പുഴയിൽ തുടക്കമായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്ര വയലാർ ഹാളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ നഗരസഭയിൽ UDF-നും LDF-നും 2 വീതം സ്ഥിരം സമിതികളിൽ ഭൂരിപക്ഷമായി. UDF-ന് ലഭിച്ച ധനകാര്യ സ്ഥിരം സമിതി കൂടാതെ ആരോഗ്യം, പൊതുമരാമത്ത് സ്ഥിരം സമിതികളാണ് ലഭിച്ചത്. ക്ഷേമകാര്യവും വികസന സ്ഥിരം സമിതിയിലുമാണ് LDF-ന് ഭൂരിപക്ഷം. 4ാമത് സംസ്ഥാന ദീർഘദൂര നീന്തൽ മത്സരം അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. കരിമാടി തോട്ടപ്പള്ളി ലീഡിംഗ് ചാനലിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറുകയാണെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അഭിപ്രായപ്പെട്ടു. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്കെതിരെ വീണ്ടും സുപ്രീം കോടതി വിമർശനം. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് മൃഗസ്നേഹികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറുകയാണെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അഭിപ്രായപ്പെട്ടു. വാദത്തിനിടെ സ്വന്തം ചെലവിൽ തെരുവുനായ്ക്കളെ പരിപാലിക്കുന്ന സംഘടനയുടെ വീഡിയോ മൃഗസ്നേഹികൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ തെരുവുനായ്ക്കൾ കുട്ടികളെയും വൃദ്ധരെയും ആക്രമിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ ഇതിനോടകം ലഭ്യമാണെന്ന് കോടതിയും ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഇക്കാര്യത്തിൽ മത്സരം വേണ്ടെന്നുമായിരുന്നു കോടതിയുടെ പ്രതികരണം. തെരുവിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവരെയും പരിപാലിക്കുന്നവരെയും ഇതിനെതിരെയുള്ള ജാഗ്രതാ സമിതി അംഗങ്ങൾ ഉപദ്രവിച്ചു എന്ന ആരോപണങ്ങൾ പരിഗണിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. തെരുവുനായ വിഷയത്തിൽ കോടതി മുൻപ് നൽകിയ നിർദ്ദേശങ്ങൾക്കെതിരെ നടി ഷാർമിള ടാഗോർ സുപ്രീം കോടതിയിൽ നേരത്തെ ഹർജി നൽകിയിരുന്നു. എന്നാൽ അവരുടെ വാദങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് പൂർണ്ണമായും അകലെയാണെന്നും കോടതി വിമർശിച്ചു. പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ മറുപടിയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ. അതേസമയം നഗരത്തിലെ വിവിധയിടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ദിനവും കുട്ടികൾക്കും മുതിർന്നവർക്കടക്കം ആക്രമണം നേരിടേണ്ടി വന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഫലപ്രദമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ABC അടക്കം നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ക്രിയാത്മകമായും ദീർഘവീക്ഷണത്തോടെയും നടപ്പാക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ വലിയ ആശ്വാസമായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആലപ്പുഴയിൽ തുടക്കമായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തി. DCC ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന എന്ന നിലയിൽ നമ്മൾ ശാക്തീകരിക്കേണ്ടതിന്റെ ഏറ്റവും അനിവാര്യത നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം കേരളത്തിലെ അഭിഭാഷക മേഖലയിൽ അവർക്ക് ഭീഷണിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളായിക്കോട്ടെ, അഭിഭാഷക രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനപരിഷ്ഠമായ പ്രവണതകളായിക്കോട്ടെ, ഇതിനൊക്കെ എതിരെ ഏറ്റവും ശക്തമായി നമുക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നിലപാട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു അഭിഭാഷകർക്കിടയിൽ തന്നെ ഒരു സ്വയം പരിഷ്കരണം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കേണ്ട ഒരു സംഘടനയായി, മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് മാറണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ഏറെ വർദ്ധിപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ഇപ്പൊ ചില യൂണിറ്റുകൾ നമുക്ക് നന്നായി പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഭിഭാഷകരായ PR ഹരികുമാർ, K ഗോപകുമാർ, റീഗോ രാജു, TH സലാം, R സനൽകുമാർ, P അനൂപ്, പ്രിയ അരുൺ എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CD ശങ്കർ, അഡ്വക്കേറ്റ് K ജയകുമാർ, അഡ്വക്കേറ്റ് ഗോപകുമാർ എന്നിവരെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ആദരിച്ചു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്ര വയലാർ ഹാളിൽ നടന്നു.
കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നടന്നു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. പുന്നപ്ര വയലാർ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം നമുക്ക് അത്ഭുതം തോന്നി. 41 ഡിവിഷനുകളിൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 8, 9, 11,000 വോട്ട് വരെയുള്ള ഡിവിഷനുണ്ട്. അപ്പൊ അതിന് 41 ഡിവിഷനുകളിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി 1000 താഴെ വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മള് 2 വട്ടം ആ വാർത്ത നമ്മൾ വായിക്കും. നമ്മൾ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും ശരികേടുണ്ടോ? വസ്തുതയാണോ? ഇങ്ങനൊരു പരിക്ക് ഏൽക്കേണ്ട ഒരു പാർട്ടിയാണോ കോൺഗ്രസ്? ജനങ്ങളെ വോട്ട് ചെയ്തതല്ല. ജനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച വോട്ട് നിങ്ങൾ ഇപ്രാവശ്യം BJP സംഘപരിവാറിന് ചെയ്താൽ മതി എന്ന ആസൂത്രിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വിജയം ഉണ്ടാവും. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G ഹരിശങ്കർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, G വേണുഗോപാൽ, KH ബാബുജാൻ, ഷേഖ് പി ഹാരിസ്, വത്സല മോഹൻ, VG മോഹനൻ, NP ഷിബു, K വിജയകുമാർ, M സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള കേന്ദ്ര നീക്കങ്ങൾ ചെറുക്കാൻ കർഷക പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ട കാലഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് കൺവെൻഷനിൽ ചൂണ്ടിക്കാട്ടി. കർഷക സംഘത്തിന്റെ 2026 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഈ മാസം 11 ആരംഭിച്ച് 18 പൂർത്തിയാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് കർഷക സംഘം അംഗങ്ങളായവരിൽ നിന്നും ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളായവരെ കൺവെൻഷനിൽ അനുമോദിച്ചു. ആലപ്പുഴ നഗരസഭയിൽ UDF-നും LDF-നും 2 വീതം സ്ഥിരം സമിതികളിൽ ഭൂരിപക്ഷമായി. LDF-ന് ലഭിച്ച ധനകാര്യ സ്ഥിരം സമിതി കൂടാതെ ആരോഗ്യം, പൊതുമരാമത്ത് എന്നീ സ്ഥിരം സമിതികളാണ് ലഭിച്ചത്. ക്ഷേമകാര്യവും വികസന സ്ഥിരം സമിതിയിലുമാണ് LDF-ന് ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ആലപ്പുഴ നഗരസഭയിൽ UDF-ഉം LDF-ഉം 2 വീതം സമിതികളിൽ ഭൂരിപക്ഷം നിലനിർത്തി. ഭരണസമിതിയിൽ ഭൂരിപക്ഷമുള്ള UDF-ന് ലഭിച്ച ധനകാര്യ സ്ഥിരം സമിതി കൂടാതെയാണ് ഇത്. ആരോഗ്യ, പൊതുമരാമത്ത് സ്ഥിരം സമിതികൾ UDF-നും ക്ഷേമകാര്യവും വികസനകാര്യ സ്ഥിരം സമിതിയും LDF-നും ലഭിക്കുമെന്ന് ഉറപ്പായി. വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതിയിൽ UDF-ന് 4 അംഗങ്ങൾ ഉണ്ടെങ്കിലും SDPI അംഗത്തിന്റെ പിന്തുണ LDF-ന് ലഭിക്കുന്നതിനാൽ ഇരു കക്ഷികളും ഒപ്പത്തിനൊപ്പം എത്തും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെ ആയിരിക്കും നടക്കുക. തിങ്കളാഴ്ചയാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. അന്നേ ദിവസം തന്നെ മറ്റ് സ്ഥിരം സമിതി ചെയർമാൻമാരെയും തിരഞ്ഞെടുക്കും. കഴിഞ്ഞ വനിതാ സംവരണ സ്ഥിരം സമിതി അംഗങ്ങളുടെ വോട്ടെടുപ്പ് നടന്നപ്പോൾ പരാജയപ്പെട്ടവരും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നവരും മത്സരിക്കാൻ പത്രിക നൽകിയവരും അടക്കം 9 അംഗങ്ങളെ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥിരം സമിതി അംഗങ്ങളായി ഉൾപ്പെടുത്തി. UDF-ന്റെ സ്ഥിരം സമിതി അധ്യക്ഷരായി കോൺഗ്രസിലെ S ജ്യോതിമോൾ, മുസ്ലിം ലീഗിലെ AM നൌഫൽ, കോൺഗ്രസിലെ RR ജോഷിരാജ് എന്നിവർക്കുമാണ് ധാരണയായിട്ടുള്ളത്. അതേസമയം LDF ലഭിച്ച 2 സമിതിയുടെ അധ്യക്ഷരെ തിങ്കളാഴ്ച രാവിലെ മാത്രമേ പ്രഖ്യാപിക്കൂ. 4ാമത് സംസ്ഥാന ദീർഘദൂര നീന്തൽ മത്സരം അമ്പലപ്പുഴ MLA ചിസലാം ഉദ്ഘാടനം ചെയ്തു. കരിമാടി തോട്ടപ്പള്ളി ലീഡിംഗ് ചാനലിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 4ാമത് സംസ്ഥാന ദീർഘദൂര നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ വിഭാഗങ്ങളിലായി കരിമാടി തോട്ടപ്പള്ളി ലീഡിംഗ് ചാനലിലാണ് മത്സരം സംഘടിപ്പിച്ചത്. 10 കിലോമീറ്റർ വിഭാഗത്തിൽ ഒളിമ്പ്യൻ അർജുന അവാർഡ് ജേതാവ് സെബാസ്റ്റ്യൻ സേവ്യർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ വിഭാഗങ്ങളിൽ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റുമാരായ S രാജീവ്, MT രാരിച്ചൻ എന്നിവർ മത്സരങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പുരുഷ വനിതാ വിഭാഗങ്ങളിലായിരുന്നു മത്സരം നടന്നത്. 10 കിലോമീറ്റർ പുരുഷ വിഭാഗത്തിൽ പാലക്കാട് നിന്നുള്ള S ഷിബു, തിരുവനന്തപുരം സ്വദേശികളായ SD ദീപക്, S വിജീഷ്, S കിരൺ എന്നിവർ യഥാക്രമം 1, 2, 3, 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 5 കിലോമീറ്റർ വനിതകളുടെ മത്സരത്തിൽ S വർഷ, S അക്ഷയ, SM മധുരിമ, M കാവ്യ എന്നിവർ യഥാക്രമം 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ വിജയികളായി. 5 കിലോമീറ്റർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം സ്വദേശികളായ AB അജയകൃഷ്ണൻ, A ആദിത്യൻ, IS ഇർഫാൻ മുഹമ്മദ്, AS ആഗ്നേഷ് കൃഷ്ണൻ എന്നിവർ 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങൾ പങ്കിട്ടു. 3 കിലോമീറ്റർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ
തിരുവനന്തപുരം സ്വദേശികളായ വി അഭിനന്ദ, എസ് ആർദ്ര, എ ജെ ആദിത്യ, എസ് ആർ ഷിക എന്നിവരും യഥാക്രമം 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് അമ്പലപ്പുഴ MLA H സലാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കരുമാടി YMCA വോളിബോൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിൽ എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കവിത, ദ്രോണാചാര്യ അവാർഡ് ജേതാവ് പ്രദീപ് കുമാർ, RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റജി ചെറിയാൻ, ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി PS സുജിത്, ട്രഷറർ MS സജി, TS മുരളീധരൻ, കോശി ടിറ്റോ എന്നിവർ സംസാരിച്ചു. MT രാജൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ മികച്ച കായിക താരങ്ങളെ, നീന്തൽ താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയുന്ന നിരവധിയായ പരിശ്രമത്തിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കേരള അക്വാട്ടിക് അസോസിയേഷൻ. നിശ്ചയമായും അവരുടെ ചുമതലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന നിരന്തരമായ പരിശീലനങ്ങൾ, മത്സരിക്കാൻ ഒരുക്കുന്ന വേദികൾ, അതെല്ലാം നിശ്ചയമായും നമ്മളുടെ നീന്തൽ താരങ്ങൾക്ക് അവരുടെ കഴിവിനെ കൂടുതൽ മികവുറ്റതാക്കാൻ കഴിയുന്ന വേദികളായിട്ട് മാറുന്ന സന്ദർഭം കൂടിയാണ്. അസോസിയേഷന്റെ ഒരു പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വ്യക്തികൾ അതിന്റെ ഭാഗമായ ഭാരവാഹികളാണെങ്കിലും അല്ലെങ്കിൽ ഭാരവാഹിത്വമില്ലാത്ത കൂടെ നിൽക്കുന്ന ഒരു ടീമാണെങ്കിലും അവരെല്ലാം അവരുടെ ഒരു ജീവിതത്തിലെ ഒരു ചര്യയായിട്ട് തന്നെ ഈ നീന്തൽ എന്ന ഇനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിമാറുകയാണെന്ന് ജസ്റ്റിസ് വിക്രംനാഥ്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആലപ്പുഴയിൽ തുടക്കമായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ സമ്മേളനം പുന്നപ്ര വയലാർ ഹാളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ നഗരസഭയിൽ UDF-നും LDF-നും 2 വീതം സ്ഥിരം സമിതികളിൽ ഭൂരിപക്ഷമായി. UDF-ന് ലഭിച്ച ധനകാര്യ സ്ഥിരം സമിതി കൂടാതെ ആരോഗ്യം, പൊതുമരാമത്ത് സ്ഥിരം സമിതികളാണ് ലഭിച്ചത്. ക്ഷേമകാര്യവും വികസന സ്ഥിരം സമിതിയിലുമാണ് LDF-ന് ഭൂരിപക്ഷം. 4ാമത് സംസ്ഥാന ദീർഘദൂര നീന്തൽ മത്സരം അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. കരുമാടി തോട്ടപ്പള്ളി ലീഡിംഗ് ചാനലിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.